ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മല്ലു വ്ലോഗർ. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എയർപോർട്ടിനെ കുറിച്ചാണ്. ഇത് ഒറിജിനലൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ്. ഞാനിത് ഓർഡർ ചെയ്തത് വിഷ് എന്നുള്ളൊരു ആപ്പിൽ നിന്നാണ്. വിഷ് എന്നുള്ള ആപ്പിൽ നമ്മൾ പോയി കഴിയുകയാണെങ്കിൽ ഇങ്ങനത്തെ എല്ലാ ക്ലോൺ ഡിവൈസസും നമുക്ക് ഒരു $25 അല്ലെങ്കിൽ ഒരു $20 വിലയ്ക്ക് കിട്ടുന്നതാണ്. ഇത് ഞാനൊരു 3 മാസം കൊണ്ട് യൂസ് ചെയ്യാണ്. സോ അങ്ങനെ യൂസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായ ഒരു ഇതെന്ന് വെച്ചാൽ ഇതൊരു ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല, ബട്ട് ദിസ് വിൽ സെർവ് ഇറ്റ്സ് ജോബ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ യൂട്യൂബിൽ കാണാനൊക്കെ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടച്ച് സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് പോസ് ചെയ്യും, സിരി ഓപ്പൺ ആവും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒറിജിനൽ ഉള്ള അതേ ഫീച്ചേഴ്സ് തന്നെ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ കണക്ടിവിറ്റി അത്ര സ്മൂത്ത് അല്ല. പലപ്പോഴും ഞാനൊരു 3-4 വർഷം ട്രൈ ചെയ്തിട്ടൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ പാട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ബേസ് അതൊക്കെ ഒന്ന് കുറവാണ്. അല്ലെങ്കിൽ മൈ ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ചീപ്പ് പ്രൈസിൽ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ബട്ട് ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈക്വൽ ടു ദ ഒറിജിനൽ വൺ. സോ അതാണ് നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ. ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ടെക് ട്രാവൽ എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ഉള്ള നിറയെ ഗാഡ്ജറ്റ്സ് റിവ്യൂസ്, ട്രാവൽ, ഫുഡ്, അങ്ങനെ നിറയെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് എവരിവൺ ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ബൈ.